സന്ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ അഭിഷേകത്തെ ചോർത്തിക്കളയുന്ന, നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ നിർവീര്യമാക്കി കളയുന്ന പല പ്രവൃത്തികളും പല ആലോചനകളും പല കൂട്ടുകെട്ടുകളും നമ്മുടെ ജീവിതത്തിലുണ്ട്. കർത്താവേ, ഈ അൾത്താരയുടെ മുമ്പിൽ ഞങ്ങളുടെ ജീവിതത്തെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും അഭിഷേകം ലഭിച്ചിട്ടുള്ളതാണെന്ന് കർത്താവ് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. ഓരോ വ്യക്തിയും ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ നിങ്ങളോട് തന്നെ പറയണം, എനിക്ക് അഭിഷേകമുള്ളൊരു വ്യക്തിയാണ്. സർവശക്തൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. സർവശക്തൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. യെസ്, സർവശക്തൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ ജീവിതത്തിൽ ഏതെല്ലാം വഴികളിലൂടെ നീ കടന്നു പോകുന്നുണ്ടെങ്കിലും ഈ സമയം നീ വിശ്വസിക്കണം, നമുക്ക് അഭിഷേകം കിട്ടിയ വ്യക്തിയാണ്. കർത്താവേ, എനിക്ക് ലഭിക്കപ്പെട്ട അഭിഷേകത്തെ പലപ്പോഴും വിലയില്ലാത്തതായി ഞാൻ കണക്കാക്കി, പലപ്പോഴും ഞാൻ മടി പിടിച്ചു, പലപ്പോഴും ലോകത്തോടുള്ള ബന്ധം എന്നെ വല്ലാണ്ട് അസ്വസ്ഥപ്പെടുത്തുന്നു. കർത്താവേ, ഈ മേഖലകൾ മുഴുവൻ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങെന്നിൽ ഇടപെടണമേ. കർത്താവേ, അങ്ങെന്നിൽ ഇടപെടണമേ. ആ വലിയ വിശ്വാസത്തോടുകൂടെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ അൾത്താരയുടെ മുമ്പിൽ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്നോ. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾ 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഇവിടെ നിൽക്കുന്നവരും കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. കണ്ണടച്ചോളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചിന്തിക്കേണ്ട, മറിച്ച് നമ്മൾ വിശ്വസിക്കുകയാണ്. ഈ ആരാധനയുടെ സമയം എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട അഭിഷേകം തിരിച്ചു പിടിക്കുന്നൊരു സമയമാണ്. പല കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ കുടുംബത്തിൽ അഭിഷേകം നഷ്ടപ്പെട്ടിട്ടുണ്ട്. സങ്കീർത്തനം 77:10 പറഞ്ഞതുപോലെ, അത്യുന്നതന്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം. കർത്താവെ, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ദുഃഖത്തിൻ്റെ കാരണം പരിശുദ്ധാത്മ ശക്തിയെ ഞാൻ തള്ളിക്കളഞ്ഞതാണ്. എൻ്റെ വീട്ടിൽ ഞാൻ ഉപേക്ഷിച്ചു പോയതാണ്. എൻ്റെ ബന്ധങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയതാണ്. കർത്താവെ, നഷ്ടപ്പെട്ടു പോയ അഭിഷേകം കർത്താവെ എനിക്ക് തിരിച്ചു വേണം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. എന്നിട്ട് സ്വയം ചിന്തിക്കുക, ഏത് മേഖലകളിലാണ് നിനക്ക് അഭിഷേകം നഷ്ടപ്പെട്ടു പോയത്? എന്താണ് നിന്റെ ദുഃഖത്തിൻ്റെ കാരണം? ഈ ശുശ്രൂഷ സമയത്ത് പരിശുദ്ധാത്മാവ് അനേക കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഓർമ്മയിൽ കൊണ്ടുവരും. പലപ്പോഴും പരിശുദ്ധാത്മാവ് പലതരത്തിൽ ജീവിതത്തിൽ നമുക്ക് പ്രേരണകൾ നൽകി. ഇങ്ങനെ ജീവിക്കണം, ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ പോകണം, ഇതാണ് നിനക്ക് അനുഗ്രഹം. എന്നാൽ വളരെ സൗകര്യപൂർവ്വം നമ്മൾ അതിനെയൊക്കെ മറന്നു. എന്നിട്ട് നമ്മുടെ ഇഷ്ടങ്ങൾ മാത്രം നമ്മൾ അന്വേഷിച്ചു. ദൈവമേ, അങ്ങയുടെ ആത്മാവിനെ ഞാൻ നിരസിച്ചു. ദൈവമേ, അങ്ങയുടെ ആത്മാവിൻ്റെ പ്രേരണകളെ ഞാൻ തള്ളിക്കളഞ്ഞു. അങ്ങയുടെ ആത്മാവിനെതിരെ ഞാൻ മല്ലിട്ടു. കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് ആ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. കണ്ണുകൾ അടയ്ക്കുമ്പോൾ ചില കാര്യങ്ങൾ, ചില സംഭവങ്ങൾ, ചില ഓർമ്മകൾ പരിശുദ്ധാത്മാവ് നിന്റെ ഓർമ്മയിൽ കൊണ്ടുവരുന്നത് എന്തിനെന്നറിയോ? ആ മേഖലകൾ നഷ്ടപ്പെട്ടു പോയ അഭിഷേകം തിരിച്ചു പിടിക്കണം. ഓരോ വ്യക്തിയും സ്വയം ചിന്തിക്കുക, എൻ്റെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയുണ്ട്? ഞാൻ എൻ്റെ ദൈവത്തിന് എന്തോരം സമയം കൊടുക്കുന്നുണ്ട്? ദൈവകാര്യങ്ങൾക്ക് എത്ര സ്ഥാനം കൊടുക്കുന്നുണ്ട്? ദൈവത്തിനും ദൈവകാര്യങ്ങൾക്ക് ഞാൻ പ്രാധാന്യം കൊടുക്കേണ്ടതല്ലേ? എന്നാൽ ഇന്ന് എൻ്റെ സമയം ഏത് കാര്യത്തിനാണ് ഞാൻ ചെലവഴിക്കുന്നത്? ഒരു ദിവസം 24 മണിക്കൂറുണ്ട്. ആ 24 മണിക്കൂറിൽ ഞാൻ എന്ത് കാര്യത്തിനാണ് എൻ്റെ സമയം ചെലവഴിക്കുന്നത്? ദൈവകാര്യങ്ങൾക്കാണോ? ഞാൻ എത്ര സമയം വചനം വായിക്കുന്നുണ്ട്? എത്ര സമയം ഞാൻ ജപമാല ചൊല്ലുന്നുണ്ട്? എത്ര സമയം ഞാൻ ദൈവ ശുശ്രൂഷകൾ വചനം പഠിക്കാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്? അതോ എൻ്റെ സമയവും ചിന്തയും മുഴുവൻ ഞാൻ അനാവശ്യമായ കാര്യങ്ങൾക്ക്, പ്രത്യേകിച്ച് മൊബൈൽ ഫോണിൽ, ഇൻ്റർനെറ്റിൽ അതിൻ്റെ കാര്യങ്ങൾ മാത്രം കണ്ടുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ സുഖകരമായ ജീവിതം, ശരീരത്തിൻ്റെ ഇഷ്ടം മാത്രം. ശരീരത്തിന് എപ്പോഴും ആഗ്രഹം തിന്മയോടാണ്. കണ്ണിന് എപ്പോഴും ആഗ്രഹം തിന്മയായ കാര്യങ്ങൾ കാണാനാണ്. സിനിമ എത്ര മണിക്കൂർ കണ്ടാലും ക്ഷീണമില്ല. സീരിയൽ എത്ര സമയം കണ്ടാലും ക്ഷീണമില്ല. റീൽസ് എത്ര സമയം കണ്ടാലും ക്ഷീണമില്ല. എന്നാൽ വചനം വായിക്കുമ്പോൾ നിനക്കൊരു ക്ഷീണമുണ്ടോ? കൊന്ത ചെല്ലുമ്പോൾ നിനക്ക് ഉറക്കം വരുന്നുണ്ടോ? ദൈവകാര്യങ്ങളോട് ബന്ധപ്പെട്ട് നീ ഒരു വല്ലാത്ത മരവിപ്പിലുണ്ടോ? എങ്കിൽ ഈ സമയം ആ മേഖലകളിൽ ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കൂ.
വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവ ശുശ്രൂഷകൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കും. നിന്റെ ഉള്ളിൽ ആരോടെങ്കിലും വെറുപ്പ് വിരോധം വെച്ചുകൊണ്ട് നടക്കുന്നുണ്ടോ? എന്നിട്ട് നീ സ്വയം ന്യായീകരിക്കുന്നുണ്ടോ? അതൊന്നും സാരമില്ല, എല്ലാ മനുഷ്യരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നീ സ്വയം ന്യായീകരിക്കുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള പാപ വഴികൾ, ജഡിക പാപ പീഡകൾ നിന്റെ ഉള്ളിൽ കിടന്നിട്ട് നീ അതിനെ ന്യായീകരിക്കുന്നുണ്ടോ? ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതല്ലേ? ഇതൊക്കെ പ്രായത്തിൻ്റെതല്ലേ? ഇതിലേക്ക് ഇപ്പം എന്താ കുഴപ്പം? ഇതൊക്കെ നാട്ടു നടപ്പല്ലേ? ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. എന്നാൽ ഒരു ദൈവമകനും ദൈവമകളും ചെയ്യാൻ പാടില്ലാത്ത, അഭിഷേകം നഷ്ടപ്പെടുത്തുന്ന ഒരു പണിക്ക് പോയേക്കരുത്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ മേലുള്ള എല്ലാ തിന്മയുടെ മേഖലകളെ നിർവീര്യമാക്കണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ആരുടെയെങ്കിലും ഉള്ളിൽ മടി, അലസത, ഒരു പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, എപ്പോഴും ഉറക്കം തന്നെ, എപ്പോഴും ക്ഷീണം തന്നെ, ഒന്നിനോടൊരു ഉത്സാഹമില്ലാത്ത അവസ്ഥയുണ്ടോ? ആരുടെയെങ്കിലും ഉള്ളിൽ തെറ്റായ ഒരു സ്നേഹബന്ധം, നിന്റെ ജീവിതത്തിലെ സമയം, നിന്റെ ജീവിതം, നിന്റെ എനർജി, നിന്റെ പണം മുഴുവൻ അനാവശ്യ കാര്യങ്ങൾക്ക് നീ കളയുന്നുണ്ടോ? ലോകത്തോടുള്ള അടുപ്പം എന്നും നിന്റെ ജീവിതത്തിൽ പ്രാരാബ്ധമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ അടിമത്തം, മദ്യം, മയക്കുമരുന്ന്, മൊബൈൽ ഫോണിൻ്റെയൊക്കെ അടിമത്തം ഒരു ലഹരിയാണ്. കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളുടെ അഭിഷേകത്തെ ചോർത്തിക്കളയുന്ന എല്ലാ തിന്മയുടെ കെട്ടുകളെയും കർത്താവ് നിർവീര്യമാക്കണമേ. കരങ്ങൾ നന്നായിട്ട് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഈ ശരീരത്തിൻ്റെ മേലുള്ള അധികാരം പരിശുദ്ധാത്മാവിന് സമർപ്പിച്ച്, എൻ്റെ ശരീരത്തിൽ പരിശുദ്ധാത്മാവെ ശക്തമായിട്ട് പ്രവർത്തിക്കണമേ. നഷ്ടപ്പെട്ടു പോയ അഭിഷേകം തിരിച്ചു വേണം. കരങ്ങൾ ഉയർത്തി കരഞ്ഞ് പ്രാർത്ഥിക്കണം. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ നിനക്കും പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ എടുത്തോണ്ട് പോകരുതേ. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. വലിയൊരു അഭിഷേകം പരിശുദ്ധാത്മാവേ ഞങ്ങളെ അഭിഷേകത്താൽ ജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, നഷ്ടപ്പെട്ടു പോയ അഭിഷേകം തിരിച്ചു വേണം. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു. ഈശോയേ, വിളിക്കട്ടെ. കൈയടിച്ച് ചാടി തുള്ളി ശരീരത്തെ പരിശുദ്ധാത്മാവിന് കൊടുത്തു. യെസ് എല്ലാവരും ആമേൻ. യെസ്, ശക്തിയോടെ പോരുന്നേ, ശക്തിയോടെ. The mighty power. അടുത്തുള്ളവർക്കല്ല കൃപ വേണ്ടത്, നിനക്കാണ് കൃപ വേണ്ടത്. നീ തീരുമാനിക്കണം, നിന്റെ അഭിഷേകം നിനക്ക് ജ്വലിപ്പിക്കണോ വേണ്ടയോ. മറ്റുള്ളവരെങ്ങനെ പ്രാർത്ഥിക്കുന്നുവെന്ന് നോക്കിക്കൊണ്ട് നിൽക്കണ്ട. നിനക്ക് കിട്ടിയ അഭിഷേകത്തില് നീ പ്രാർത്ഥിക്കുക. കർത്താവെ, നഷ്ടപ്പെട്ട അഭിഷേകം എനിക്ക് തിരിച്ചു പിടിക്കണം. ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, എന്നിൽ പ്രവർത്തിക്കണമേ. കൈകളടിച്ച് ചാടി തുള്ളി പഠിയോ. ആമേൻ. ശുദ്ധീകരിക്കണമേ. ആമേൻ. അഗ്നിറക്കി ചേർന്ന് പഠിക്കേ. ശുദ്ധീകരിക്കണമേ എന്നെ ആത്മാവേ. അഗ്നിറക്കി ചേർന്ന് ആത്മാവേ. അഗ്നിറക്കി പഠിക്കേ. ശുദ്ധീകരിക്കണമേ എന്നെ ആത്മാവേ. അഗ്നിറക്കി. കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ. ആമേൻ. ശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, ശുദ്ധീകരിക്കണമേ. സ്വയം മറന്ന് ആഗ്രഹിച്ച് the real fire എല്ലാവരും. ആമേൻ. വലിയ വിശുദ്ധീകരണം ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കുന്നു. കരങ്ങൾ ഉയർത്തി ദൈവജനം യേശുവേ എന്ന് വിളിച്ച്, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച്, ആബാ പിതാവേ എന്ന് വിളിച്ച് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ട അഭിഷേകം തിരിച്ചു പിടിക്കട്ടെ.
നഷ്ടപ്പെട്ട അഭിഷേകം തിരിച്ചു പിടിക്കട്ടെ. നിന്റെ ശരീരത്തിന്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ. നിന്റെ മനസ്സിന്റെ വികാര വിചാരങ്ങളുടെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ. നിന്റെ ആത്മീയ മേഖലകളിൽ തളർച്ചയും തകർച്ചയും പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് വീണ്ടും ഒരു ശക്തി, അഭിഷേകം ഈ ശുശ്രൂഷ സമയത്ത് നിന്നിൽ വെളിപ്പെടട്ടെ. ആരാധന 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 ആരാധന. ഓ ദൈവമേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തിന് മേൽ ഈ സമയത്ത് ഒരു കാറ്റടിക്കുന്ന അഭിഷേകം സംഭവിക്കട്ടെ. അടയാളങ്ങളും അത്ഭുതങ്ങളും കർത്താവ് പ്രവർത്തിക്കണമേ. ദൈവജനത്തിൽ ഇന്നും പ്രവർത്തിക്കണമേ കർത്താവ്. ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന 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 ആരാധന. The mighty power, the mighty power, the mighty power. ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ പ്രവർത്തിക്കുന്നു. ആരാധന 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കൂ. ദേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയിലേക്കും അതിശക്തമായ അഭിഷേകമാണ് ഒഴുകുന്നത്. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്ന അനേകരിൽ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നു. ഇന്ന് ഈ ആലയത്തിൽ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്ന ദൈവജനമേ, നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു. ഈ ശരീരം പരിശുദ്ധാത്മാവിൻ്റെതാണ്. എൻ്റെ മനസ്സ്, ആത്മാവ്, വികാര വിചാരങ്ങൾ, ആലോചന എല്ലാം പരിശുദ്ധാത്മാവിൻ്റെതാണ്. സമർപ്പിച്ചോ. സങ്കീർത്തനം 77:10. അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം. യെസ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കൂ. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ നമ്മൾ അവസരം കൊടുക്കണം. അല്ലാതെ ഞാൻ എൻ്റെ കാര്യം, എൻ്റെ ചിന്ത, എൻ്റെ ശരീരം, എൻ്റെ ഇഷ്ടമല്ലെന്ന്. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കൂ. നിന്റെ വീട്ടിൽ ഇത് പറയുമ്പോൾ അനേക കുടുംബങ്ങളിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളോടാണ്. നിന്റെ കണ്ണുനീരിൻ്റെ നടുവിൽ നീ നന്നായിട്ട് ആഗ്രഹിക്കേണ്ടത് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കും. സഹോദര സഹോദരി, നിങ്ങളുടെ മകളെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടുന്നു, മകനെക്കുറിച്ച് ഭാരപ്പെടുന്നു. അച്ഛാ, വിചാരിക്കുന്ന പോലെയൊന്നുമല്ല നടക്കുന്നത്. ഞങ്ങൾ പറയുന്നൊന്നും അവർക്ക് കേൾക്കുന്നില്ല. അവർക്ക് കൂട്ടുകാർ മതി. അച്ഛാ, അവർ തോന്നിയതുപോലെ നടക്കുന്നു. ഞങ്ങൾ നിസ്സഹായരായി പോകുന്നു. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഒരു പക്ഷെ മക്കളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രകടമാകാത്തത് കൊണ്ടല്ലേ അവരിങ്ങനെ നടക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഇന്നുള്ള അസ്വസ്ഥതകൾക്ക് കാരണം ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾ അനുഭവിക്കാത്തത് കൊണ്ടല്ലേ. അതുകൊണ്ട് പ്രാർത്ഥന കൂട്ടുക. നമ്മുടെ വീട്ടിൽ പ്രാർത്ഥന കൂട്ടുക. ആ ഇരുട്ടത്ത് പ്രകാശം നിറയട്ടെ. പരസ്പരം കലഹിച്ച് കഴിയരുത്. ഇത് കർത്താവ് ചില കുടുംബങ്ങൾക്ക് നൽകുന്നൊരു സന്ദേശമാണ്. കലഹിച്ച് കഴിയരുത്. അത് കുടുംബത്തിൻ്റെ സന്തോഷം മുഴുവൻ ചേർത്ത് കളയും എന്ന് മാത്രമല്ല, പിശാച് കേറിയിരുന്ന് ഭരിക്കും. ഒരിക്കലും നിങ്ങൾ കലഹിച്ച് കഴിയരുത്. കർത്താവ് നൽകുന്നൊരു സന്ദേശമാണിത്. നിന്റെ കുടുംബത്തോട് കർത്താവ് പറയുന്നു, നിങ്ങളുടെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികൾ നിറയാൻ പ്രാർത്ഥിക്കട്ടെ. വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു കാരണവശാലും മടി കാണിക്കരുത്. വചനം വായിക്കുന്ന സമയം അതിൽ കോംപ്രമൈസ് ചെയ്യരുത്. ജപമാല ചൊല്ലാനുള്ള തീരുമാനങ്ങൾ നഷ്ടപ്പെട്ടു പോയവർ തിരിച്ചു പിടിക്കണം. കുടുംബ പ്രാർത്ഥന മുടക്കരുത്. കുടുംബത്തിൽ പ്രാർത്ഥനയുടെ അഭിഷേകം വേണം. ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ശൈലി നഷ്ടപ്പെടുത്തരുത്. പല കാരണങ്ങളും വരുമ്പോൾ സൗകര്യപൂർവ്വം നമ്മൾ ഇതൊക്കെ വേണ്ടാന്ന് വെക്കും. എന്നാൽ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കർത്താവേ, അങ്ങ് എന്നിൽ പ്രവർത്തിക്കണമേ. ഇതാ എൻ്റെ വീടും എൻ്റെ ജീവിതവും ഞാൻ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങ് എന്നിൽ പ്രവർത്തിക്കണമേ. അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. തിന്മയ്ക്ക് നമ്മുടെ മേൽ ഇനിമേൽ ഒരു തരി സ്വാധീനവുമില്ല. കാരണം നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെതാണ്. പരിശുദ്ധാത്മാവിൻ്റെതാണ്. അതിശക്തമായ കൃപയാണ് വ്യക്തികളിലേക്ക് ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദി പറഞ്ഞോണം കേട്ടോ. ഒത്തിരി കൃപ. സാബു എന്നു പേരുള്ളൊരു വ്യക്തിയെ കർത്താവ് ഈ ശുശ്രൂഷയുടെ ആരംഭം മുതൽ പ്രത്യേകം പേരെടുത്ത് വിളിച്ച് ആശ്വസിപ്പിക്കുന്നു. കർത്താവിൻ്റെ കാരുണ്യം വെളിപ്പെടും. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ലിസ എന്ന് മറ്റു പേരുള്ള മറ്റൊരു സ്ത്രീയെ കർത്താവ് പേരെടുത്ത് വിളിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കാരുണ്യമുണ്ട്.
ശക്തമായ തലവേദന, തലയ്ക്ക് പെരുപ്പ്, തലയ്ക്ക് വേദന, കുത്തി അവസ്ഥ, വേദന. അപ്രകാരം അനുഭവിക്കുന്ന 8-ലധികം പേരെ, 1-2 പേരല്ല, 8-ലധികം പേരെ പരിശുദ്ധാത്മാവ് തൊട്ട് കഴിഞ്ഞു. ഈ സമയത്ത് നീ അത് തിരിച്ചറിയുകയാണ്, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. കൈക്ക് പൊള്ളലേറ്റതിന് ശേഷം ദിവസങ്ങളായി മരുന്നൊക്കെ ഒഴിക്കുന്നു, പക്ഷെ അത് പഴുക്കുന്നു, ആ മുറിവ് വലുതാവുന്നു. അങ്ങനെ ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യപ്പെടുത്തി അടയാളം നൽകി അനുഗ്രഹിക്കുന്നു. ലീന എന്ന് പേരുള്ള ഒരു സ്ത്രീയെ കർത്താവ് പേരെടുത്ത് വിളിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈശോയെ, എൻ്റെ മേലും എൻ്റെ കുടുംബത്തിലും അങ്ങ് പ്രവർത്തിക്കുന്നതിന് നന്ദി. നമുക്ക് മുട്ടുകുത്താം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുകയാണ്, ഈശോയെ, ഈ ആശീർവാദം എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും. സങ്കീർത്തനം 77:10, അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിന് കാരണം. ആ ദുഃഖത്തിൽ കർത്താവ് ഇതാ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രകടമാക്കി ദുഃഖം മാറ്റുകയാണ്. ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ആശീർവാദം നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ മക്കളിലേക്ക്, ജീവിത പങ്കാളിയിലേക്ക്, നിങ്ങളുടെ സഹോദരങ്ങളിലേക്ക് സ്വീകരിച്ചുകൊള്ളൂ. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഞങ്ങളെ ആശീർവദിക്കണമേ.